റെയിൽവേ ജീവനക്കാരിയെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കൊല്ലം പത്തനാപുരം സ്വദേശി അനീഷാണ് പിടിയിലായത്. ചെങ്കോട്ടയിൽ നിന്നാണ് അനീഷിനെ റെയിൽവേ പോലീസ് പിടികൂടിയത്. பட் அந்த எஸ்ஓசி சம்பவ இடத்துல வந்துட்டு செப்பலில் வந்து போட்டு போயிடும். எனக்கு பெரிய எவிடன்ஸ் எதுனா அந்த செப்பல் தான். அந்த செப்பலை வச்சு பார்க்கும்போது அதே போல் அந்த விக்டிம் வந்து என்ன சொல்கிறாங்கன்னா, இந்த அக்யூஸ்ட் என்ன ட்ரெஸ் போட்டிருந்தாரு அப்படின்னு சொல்கிறாங்க. அந்த ட்ரெஸ்ஸை வச்சு அந்த பாவூர் சத்திர இன் அண்ட் அரௌண்ட் அந்த பாவூர் சத்திர ஏரியாவில் ஃபுல்லாக பார்த்தீங்கன்னா எல்லா சிசிடிவி கேமரா ஃபுட்டேஜ் பூரா அனலைஸ் பண்ணி அந்த சம்பவத்தை அன்றைக்கி அவன் போட்டிருந்த பேண்ட் செட்டு என்ன அதெல்லாம் ஐடென்டிஃபை பண்ணி அதன் பேரில் வந்துட்டு அவன் வந்துட்டு கேரளா மாநிலத்தை சேர்ந்த வந்துட்டு கொல்லம் மாவட்டத்தில் வந்து புனலூர் பக்கம் அந்த அக்யூஸ்ட் வந்து அனீஷ்னு சொல்லி புனலூர் பக்கம் அவர் வந்து இங்கே பாவூர் சத்திரத்தை தங்கி பெயிண்ட் அடிக்கிறாங்க. ഈ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് പ്രതിയുടെ വസ്ത്രം, ചെരുപ്പ് എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. അതായത് ഒരു കാക്കി പാന്റും അതുപോലെ തന്നെ ചെരുപ്പും ആയിരുന്നു പ്രധാന തെളിവുകളായി പോലീസിന് ലഭിച്ചത്. സംഭവം നടന്ന് അടുത്ത ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ഈ സംഘം വ്യാപകമായി ആ പ്രദേശത്തുള്ള CCTV ക്യാമറകളിൽ കിട്ടിയ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഇന്നലെ കുടുങ്ങിയത്. ഇയാൾ കൊല്ലം കുന്നിക്കോട് പത്തനാപുരം സ്വദേശിയാണ്. നേരത്തെയും സമാനമായ കുറ്റം ചെയ്തിട്ടുണ്ട്. കുന്നിക്കോട് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് 2018 ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഇദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ കൂടിയാണ് പ്രതി അനീഷ്. അനീഷിനെ അല്പസമയത്തിനുള്ളിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് സംഭവം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ തെളിവെടുപ്പ് നടത്തും. അതുപോലെ തന്നെ തിരിച്ചറിയൽ പരേഡിനെ കുറിച്ചും പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മനസ്സിലാവും ബിനോയ്, അതോടൊപ്പം തന്നെ പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യ സംഭവത്തിന് ശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞാണ് ഇയാൾ പാവൂർ ചത്രം കേന്ദ്രീകരിച്ച് പെയിന്റിംഗ് ജോലിക്കായി എത്തുന്നത്. ഇയാളുടെ പ്രധാന ഇതാണ്, അതായത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിലും എത്തി അവരെ അതിക്രമിക്കുകയാണ് ഇയാളുടെ രീതി. ഇതിൽ തന്നെ നേരത്തെ പോലീസ് മനസ്സിലാക്കുകയും അത്തരത്തിൽ ഇയാൾ സമാനമായ ഒരു കുറ്റമാണ് കുന്നിക്കോടും ചെയ്തിരിക്കുന്നത്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് സ്വീകരിച്ചു. അതിനുശേഷം ആണ് ഇയാളെ തെളിവെടുപ്പിനായി ഇപ്പോൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല തെങ്കാശിയിൽ മലയാളിയായ റെയിൽവേ ജീവനക്കാരിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കൊല്ലം പത്തനാപുരം സ്വദേശി അനീഷാണ്. യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയിരിക്കുന്നത്. പ്രതി അനീഷ് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം, ചെരുപ്പ് എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.